കോടിക്കണക്കിന് ആളുകൾ തത്സമയം കണ്ട ലോക ഫുട്ബോൾ ഫൈനലിൻ്റെ സമ്മാനദാന ചടങ്ങ് കപ്പടിക്കുന്ന വിജയികളെ കാണാൻ കാത്തിരുന്ന ലോകത്തിന് മുന്നിൽ അരങ്ങേറിയത് തികച്ചും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ്. രാഷ്ട്രീയത്തെയും തൻ്റെ അധികാരത്തെയും ഫുട്ബോൾ വേദിയിലേക്ക് വലിച്ചു പോകാൻ ശ്രമിച്ച ഡൊണാൾഡ് ട്രംപിന് കായിക ലോകം നൽകിയത് കനത്ത പ്രഹരമാണ്. വേദിയിൽ വെച്ച് കളിക്കാരിൽ നിന്നും ആരാധകരിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തിൻ്റെയും പരിഹാസങ്ങളുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത്. മത്സരശേഷമുള്ള മെഡൽ വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേദിയിലെത്തിയ ട്രംപിനെ സ്വീകരിച്ചത് സ്റ്റേഡിയത്തിൽ നിറഞ്ഞ കൂവലുകളാണ്. എന്നാൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് കളിക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പല മുൻനിര താരങ്ങളും അദ്ദേഹത്തിന് കൈക്കൊടുക്കാൻ പോലും തയ്യാറാവാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും അവഗണിച്ച് മെഡലുകൾ വാങ്ങി മുന്നോട്ട് നീങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് വേദി സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ താരങ്ങൾ നൽകിയ വ്യക്തമായ സന്ദേശമായിരുന്നു അത്. കായിക രംഗം നിങ്ങളുടെ രാഷ്ട്രീയ കളിക്കളമല്ല. എന്തുകൊണ്ടാണ് ജനങ്ങളും കളിക്കാരും ഇത്രയധികം പ്രതിഷേധം ഉയർത്തിയത്? വിദ്വേഷവും വർഗീയതയും വിഭജനവും രാഷ്ട്രീയവും മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന ഒരു നേതാവിന് കായിക ലോകത്തിൻ്റെ ഐക്യ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന ശക്തമായ വിലയിരുത്തലാണ് ഇത്തരമൊരു പ്രതികരണം. ലോകമെമ്പാടുമുള്ള വംശീയ അധിനിവേശങ്ങൾക്കും അനീതികൾക്കുമെതിരെ നിലകൊള്ളുന്ന കായിക താരങ്ങൾ ട്രംപിൻ്റെ ഇത്തരം നയങ്ങളോടുള്ള അമർഷം വേദിയിൽ തുറന്നു കാട്ടുകയായിരുന്നു. സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രംപിനെതിരായുള്ള ട്രോളുകളുടെ പ്രളയമായിരുന്നു. ചരിത്രത്തിൽ ഇത്രയധികം പരിഹസിക്കപ്പെട്ട മറ്റൊരു രാഷ്ട്രത്തലവനും ഉണ്ടാവില്ലെന്നാണ് പലരും കുറിച്ചത്. തനിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് കരുതി വേദിയിലെത്തിയ അദ്ദേഹത്തിന് ലഭിച്ച പ്രഹരം ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആയി മാറി. ഫുട്ബോൾ എന്നാൽ വെറുമൊരു കളിയല്ല, അത് മാനവികതയുടെയും സമത്വത്തിൻ്റെയും വലിയൊരു വായനശാലയാണ്. അവിടെ വംശീയതക്കോ വിദ്വേഷത്തിനോ സ്ഥാനമില്ല. കോടികൾ എറിഞ്ഞ് അധികാരം കാണിക്കാനും സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായ വെളുപ്പിച്ചെടുക്കാനും ട്രംപിനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരം കായിക വേദികളെ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായി കായിക ലോകം തിരിച്ചടിക്കും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അധികാരത്തിൻ്റെ ഹുങ്കിൽ ലോകത്തിന് മേൽ അധിനിവേശങ്ങളും ഉപരോധങ്ങളും അടിച്ചേൽപ്പിക്കുന്നവർ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ കായിക താരങ്ങൾക്ക് മുന്നിൽ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായി മാറിപ്പോകുന്ന കാഴ്ച എത്രയോ മനോഹരമാണ്. തങ്ങളെക്കാൾ പണവും സ്വാധീനവുമുള്ള നേതാവിൻ്റെ കൈകൾക്ക് മുന്നിൽ സ്വന്തം നട്ടെല്ല് പണയം വെക്കാതെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്ന ആ കളിക്കാർ ലോകത്തിന് നൽകിയ സന്ദേശം ഒന്നു മാത്രമാണ്: അനീതിക്ക് മുന്നിൽ തല കുനിക്കില്ല. ലോകത്തിലെ ഏറ്റവും നീചമായ വിദ്വേഷ രാഷ്ട്രീയത്തിന് കായിക പ്രേമികളും താരങ്ങളും നൽകിയ ഈ കനത്ത പ്രഹരം ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടും. കാരണം പണം കൊണ്ട് കപ്പുകൾ വാങ്ങാം, എന്നാൽ മനുഷ്യരുടെ ബഹുമാനം വാങ്ങാൻ ആ കപ്പുകളുടെ പണം കൊണ്ട് കഴിയില്ല.